ഹലോ എവ്രിബഡി. ഇന്നത്തെ മെൻ്റൽ ഹെൽത്ത് സീരീസിൻ്റെ ഭാഗത്തെ ഇന്നത്തെ ടോപ്പിക്കാണ് ഡിപ്രഷൻ. സോ വി ഹാവ് ഡിപ്രഷൻ വിത്ത് us. ഡിപ്രഷൻ എന്ന വേർഡ് ഞങ്ങൾ വളരെ നോർമലൈസ് ചെയ്യുന്ന ഒരു കാലമാണ്. സോ ഡിപ്രഷൻ, വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദിസ്? ഡിപ്രഷൻ. Yes. Good afternoon, everybody. Excuse me, ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യൂ. ഡിപ്രഷൻ എന്ന വേർഡ് നമ്മൾ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദാറ്റ്? ഇപ്പോൾ ആൾക്കാർ ഡിപ്രഷനെ വളരെയധികം നോർമലൈസ് ചെയ്ത്, ലൈക്ക് ഞാൻ ഇന്നലെ ഡിപ്രഷനിലായിരുന്നു പറഞ്ഞാൽ ഇപ്പോൾ ഡിപ്രഷനിലാണെന്ന് യൂസ് ചെയ്യുന്നത്. അവർ ആക്ച്വലി അത് ഡിഫൈൻ ചെയ്യുന്ന അവർ മൂഡ് ഓഫ്സിനാണ്. അതുകൊണ്ട് എല്ലാം എൻ്റെ തലയിലിടരുത്. ലൈക്ക് ഇന്നലെ ഇപ്പോൾ ഒരു കുട്ടി മേലെ നിന്നോ താഴെ വീണു, എന്നിട്ട് പറയാം ഡിപ്രഷനാണ്. കാലൊടിഞ്ഞതിന് ഡിപ്രഷൻ്റെ തലയിലിടണം എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. സോ ലൈക്ക് വാട്ട് എവർ ഹാപ്പൻസ് ടു എനിബഡി, എന്തിനാ എൻ്റെ തലയിലിടണം? അതൊന്നും ഡിപ്രഷൻ അല്ല എന്ന് വേണം ആദ്യം സൊസൈറ്റി മനസ്സിലാക്കാൻ. ദാറ്റ്സ് ഓൾ. പക്ഷേ നിങ്ങൾ കാരണമല്ലേ ഉറക്കം നഷ്ടപ്പെടുന്നത്? ഉറക്കം നഷ്ടപ്പെടാറുണ്ട് ഞാൻ കാരണം. പക്ഷേ എല്ലാവർക്കും നഷ്ടപ്പെടലും ഞാൻ കാരണമല്ല. ഞാൻ കാരണം നഷ്ടപ്പെടുന്ന ഉറക്കങ്ങൾ 3 തരമാണ്. ഇറ്റ്സ് ലൈക്ക് മിഡിൽ സ്ലീപ്പ്, ടെർമിനൽ സ്ലീപ്പ് ആൻഡ് ലേറ്റ് സ്ലീപ്പ്. ചില ആൾക്കാരുടെ ഉറക്കം ഇറ്റ് ലൈക്ക് എക്സ്റ്റെൻസ്. അവരെത്ര കിടന്നാലും എത്ര ട്രൈ ചെയ്താലും അവർക്ക് ഉറക്കം വരാറില്ല. ആൻഡ് ചില ആൾക്കാരെ ഞാൻ കെടുത്തി ഉറക്കും, എന്ന് ഞാൻ തന്നെ തട്ടി വിളിക്കും. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ തന്നെ തട്ടി വിളിക്കും, പിന്നെ ഞാൻ തന്നെ ഉറക്കും. ആൻഡ് പിന്നെ ചിലത് പറഞ്ഞാൽ അവർ ഏർലി മോർണിംഗിൽ എണീക്കും. ലൈക്ക് ഒരു 5 o'clock 6 o'clock ഒന്നല്ല, പക്ഷെ ഒരു 2 to 3 hours ടൈം ആകുമ്പോൾ അവർ എണീക്കും. എന്നിട്ട് വെറുതെ അഗാധതയുടെ നന്ദത്തിലേക്ക് നോക്കിയിരിക്കും. സോ ഡിപ്രഷൻ. എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ വരുന്നതിനുള്ള സിംറ്റംസ് എന്താണ്? ഇപ്പോഴത്തെ സൊസൈറ്റി ഡിപ്രഷൻ എന്ന് പറഞ്ഞ് എൻ്റെ സിംറ്റംസ് എന്താണെന്ന് ഞാൻ തന്നെ മറന്നുപോയി. പക്ഷേ ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇതിന് എന്തെങ്കിലുമോ പേര് കൊടുത്തിട്ടുണ്ട്. കോഗ്നിറ്റീവ് ട്രയാഡ്സ്. അതായത് 3 സിംറ്റംസ്, 3 ബേസിക് സിംറ്റംസ്. ഇറ്റ് ഈസ് ഫീലിംഗ് ഹെൽപ്ലെസ്, ഫീലിംഗ് ഹോപ്പ്ലെസ് ആൻഡ് ഫീലിംഗ് വർത്ത്ലെസ്. ഈ 3 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. പക്ഷേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറയുന്നത് എന്തൊക്കെയോ ആണ്. സോ അതെന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ മാസ് ഡിപ്രഷൻ അതിൻ്റെ കണ്ടീഷൻ എന്നാ? ഇപ്പോൾ സൊസൈറ്റി ഡിപ്രഷൻ എന്ന് പറയുമ്പോഴും അവിടെ ഒരു ചെറിയ ഭാഗത്ത് ഒരു ചെറിയ മൈനോറിറ്റി മാത്രം ഡിപ്രഷനെ മാസ്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിലും അവർ ഡിപ്രഷനിലാണെന്ന് ആരോടും പറയില്ല. ബേസിക്കലി പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലാണ് ഇത് അധികമായിട്ട് കാണാതെ. അവരവരുടെ ഡിപ്രഷനെ എങ്ങനെയൊക്കെ ഹൈഡ് ചെയ്യാൻ നോക്കും. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുള്ളതുകൊണ്ട് വി കൻ അണ്ടർസ്റ്റാൻഡ് ദെയർ ഇൻ ഡിപ്രഷൻ. അപ്പോൾ ഈ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കാരണം നിങ്ങൾ തന്നെയാണോ? ആൽക്കഹോൾ ഉപയോഗിച്ച് ഡിസിനസ് ഒരിക്കലും ഡിപ്രഷൻ അല്ല. ലൈക്ക് ആൽക്കഹോൾ ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ഡിപ്രഷൻ, അത് ചില ആൾക്കാർക്ക് ഡിപ്രഷൻ വരാം. അതെങ്ങനെ പറയാ വെച്ചാൽ ചില ആൾക്കാർക്ക് ഈ ആൽക്കഹോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഹാലൂസിനേറ്റ് ചെയ്യും. ദേ സ്റ്റാർട്ടഡ് ഹിയറിങ് വോയിസസ്. ആൾക്കാർ അലറുന്ന വോയിസ്, ഒരു ആനിമൽസിൻ്റെ വോയിസ്, ഭയങ്കരമായിട്ട് അവർ സ്ലീപ്പൊക്കെ ഇംബാലൻസ്ഡ് ആയിപ്പോവും. സോ ഇങ്ങനെ വരുന്നതാണെങ്കിൽ അത് ഡിപ്രഷൻ. അല്ലാതെ വെറുതെ ആൽക്കഹോൾ ഉപയോഗിച്ച് വരുന്ന ഡിസിനസ് ഇസ് നോട്ട് ഡിപ്രഷൻ. അതെന്നോട് പറയരുത്. അപ്പോൾ നിങ്ങൾക്കായി ഒരു ട്രീറ്റ്മെൻറ്റോ വല്ല തെറാപ്പിയോ എന്തെങ്കിലും ഉണ്ടോ? ഇന്നത്തെ കാലത്ത് ആൾക്കാർ അവിടെയും ഇവിടെയും സൈക്കോളജിക്കൽ ക്ലിനിക്ക് തുടങ്ങിയിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല. പക്ഷേ ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടോ ചോദിച്ചാൽ തെറാപ്പിയൊക്കെ ഉപയോഗിച്ച് ഡിപ്രഷൻ മാറ്റാം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ഡിപ്രഷൻ, നമ്മളെ സമയം കഴിഞ്ഞിരിക്കുന്നു. സോ ലെറ്റ്സ് വൈൻഡ് ദിസ് അപ്പ്. താങ്ക് യു.